ട്രിപ്പിൾ ഓം ശാന്തി ജ്ഞാനം, യോഗം, ധാരണ, സേവനം. ഇത് ഓരോരുത്തരുടെ രീതിയിൽ തന്നെ ചെയ്യട്ടെ. അതില് ഒരാൾ ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക, അയ്യേ ആ സേവനം നന്നായാലും ഇങ്ങനെ ചെയ്യൂ. ഒരാൾ ഇങ്ങനെ ജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യേ അത് നന്നായാലും ഇങ്ങനെ പറയൂ. ഒരാൾ ഇങ്ങനെ ധാരണ ചെയ്തുകൊണ്ടിരിക്കുക, യോഗം ചെയ്തു. ഇത് രണ്ടും, ധാരണയും യോഗം, ഇത് രണ്ടും വേറെ ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ ബാക്കി രണ്ട് സാധനം ഉണ്ടല്ലോ, ജ്ഞാനം അതേപോലെ സേവനം, ഇത് കാണാൻ പറ്റും. സേവനം എന്ന് പറഞ്ഞാല് ഗുപ്ത സേവനം കാണാൻ പറ്റില്ല. അത് നമ്മൾ സേവനമാക്കി എടുക്കണ്ട, യോഗയ്ക്ക് എടുത്താൽ മതി. മനസാ സേവനം എന്നൊക്കെ പറയില്ല, മനസാ സേവനത്തിന് യോഗാക്കി എടുത്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ സേവനം അത് എന്തായാലും ഇപ്പൊ മനസാ സേവനായാലും ശരി, ഒരു സേവനമായിരിക്കുമല്ലോ. ഇപ്പൊ നല്ലൊരു യോഗി എന്തായാലും ബ്രഹ്മകുമാരിസിലിരുന്ന് മനസാ സേവനം ചെയ്യും. ബ്രഹ്മകുമാരിസിൽ വന്നിരിക്കണ്ടേ? അല്ലെങ്കിൽ വേറെ അഡ്വാൻസ്ഡ് പാർട്ടിയിൽ പോയിട്ട് മനസാ സേവനം ചെയ്യും, അവിടെ പോയി ഇരിക്കണ്ട. അപ്പൊ ഇങ്ങനെ ഇരുന്നത് ശരിയായില്ല, അങ്ങനെ ഇരുന്നത് ശരിയായില്ല. അവിടെയും കാണാനുള്ള കുറെ സംഭവങ്ങളുണ്ടല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗവും ധാരണയും ഇത് കാണാൻ പറ്റില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഏതൊക്കെ വിധത്തിലും ബാബയിൽ നിന്ന് സർവ്വഗുണങ്ങൾ എടുത്തുകൊണ്ട് ധരിക്കാം. അതുപോലെ തന്നെ യോഗവും ചെയ്യും, എത്ര വേണമെങ്കിലും ചെയ്യും. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കും. അവിടെ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും തരില്ല. എന്നാലും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. എത്ര വലിയ യോഗിയാണെങ്കിലും ശരി, അവിടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്യണ്ടേ അവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് എവിടെയെങ്കിലും ഒരു സമയത്തെങ്കിലും എന്താ പറയാ, നിരൂപിക്കെങ്കിലും ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യല്ല, പക്ഷെ അത് അവര് അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പക്കാ യോഗി പറയില്ല, അത് അവരുടെ പാർട്ട്. എന്നാലും ഒരു അഭിപ്രായം പറഞ്ഞേക്കാം, പറയാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഗുൽസാർ ദാദി, അതുപോലെ ജാനകി ദാദി, പ്രകാശ് മണി ദാദി, വലിയ വലിയ സേവാധാരികളാണ്. അവരെ പറ്റി അഭിപ്രായം പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അവർ ചെയ്തു വെച്ച സേവനങ്ങളിൽ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ആകുമായിരുന്നു, അങ്ങനെയല്ല പറയാം. അവർ ചെയ്തു വെച്ചിരുന്ന സേവനങ്ങൾ നല്ലതായിരുന്നു, പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടെ എങ്ങനെ ചെയ്യാമായിരുന്നു എന്നും പറയില്ല, കാരണം അവർ ചെയ്തു വെച്ച് പോയില്ലേ. പക്ഷെ അത് നമ്മൾ കണ്ട് പഠിച്ച് ഇനി അങ്ങോട്ട്, കാരണം അവരങ്ങനെ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അത് ഓക്കെ, അത് അവർ ചെയ്തു വെച്ച പാർട്ട്. പക്ഷെ റിയലായിട്ട് ഇതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് പറയാൻ ആരെങ്കിലും വരും. അവർ ചെയ്തു വെച്ച കറക്റ്റ്, അത് അവരുടെ പാർട്ട്. അവർ പോയി അടുത്ത ശരീരം എടുത്തു, അത് അനുവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മറ്റാരെങ്കിലും നല്ലൊരു യോഗിയുടെ കണ്ണിൽപ്പെട്ടാൽ, പക്കാ യോഗിയുടെ കണ്ണിൽപ്പെട്ടാൽ, ആരാണ് അവരുടെ ആദിയിലെ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തത് ആരാണോ, അതിപ്പോൾ ഗുൽസാർ ദാദി ആയിരിക്കാം, അല്ലെങ്കിൽ ജനകി ദാദി ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രകാശ് മണി ദാദി ആയിരിക്കാം, അവരിൽ ഉണ്ടായിരുന്ന ചെറിയ എന്തെങ്കിലും കുറവുകളുടെ കാരണത്താൽ ഇവരും അത് അനുവർത്തിച്ചു പോരുന്നതായിരിക്കും. പക്ഷെ ഇവിടെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു യോഗി അതങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അവർ ഓൾറെഡി ചെയ്തു പോയി, ശരീരം എടുത്തു, അവർ വേറെ സ്ഥലത്ത് സേവനം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് സമ്പൂർണ്ണമാവണമെങ്കിൽ, അതാണ് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സമ്പൂർണ്ണമാവണമെങ്കിൽ ആ രീതി മാറ്റി ഈ രീതിയിലേക്ക് പിടിച്ചു നോക്കൂ എന്ന് പറയാനൊരു യോഗിയാണ്. ഒന്നല്ല, 108 യോഗികൾ തന്നെ കാണും. ബാക്കിയുള്ളവർക്ക് ശരിയായ നിർദ്ദേശം കൊടുക്കാൻ 108 പേരെങ്കിലും കാണും, അതല്ലെങ്കിൽ 16,108 പേരെങ്കിലും കാണും. അത് ആർക്കൊക്കെ വേണമോ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. ട്രിപ്പിൾ ഓം ശാന്തി.